ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ +2 റിസൾട്ട് വന്നു, എല്ലാവരും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ഇനി അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിലേക്കൊക്കെ കടക്കുകയാണ്. LBSന്റെ അലോട്ട്മെന്റ് എന്ന് വരുന്ന ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും അതിന്റെ ഇൻഫോർമേഷൻ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി വേറൊരു കാര്യം, ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ആണ് ചെയ്തത്. അതായത് നമ്മൾ LBSലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയും. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒത്തിരി പേർക്ക് ഒരേപോലെ മാർക്കുള്ള കുട്ടികളുണ്ടാവും. അതായത് ഇപ്പോൾ 300ലേക്ക് 300 ഇൻഡെക്സ് മാർക്ക് ഉള്ളത് ഒന്നോ രണ്ടോ കുട്ടികൾക്കല്ല, ഒരുപാട് കുട്ടികൾക്ക് 10,000 കണക്കിന് കുട്ടികൾക്ക് സെയിം മാർക്കുള്ള കുട്ടികളുണ്ടാവും. സോ അതിന് എങ്ങനെയാണ് നമ്മൾ ടൈ വന്നാൽ നമുക്ക് റാങ്ക് പൊസിഷൻ വരുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരേപോലെ മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും സബ്ജക്ട് വൈസ് നമ്മൾ നോക്കുന്നത് PCB ആണ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. അതിൽ 2 കോഴ്സുകൾക്ക് മാത്രമാണ് മറ്റുള്ള ബയോളജി അല്ലാത്ത കോഴ്സുകൾ പഠിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മെയിൻ ആയിട്ട് വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്ട് തന്നെയാണ്. അപ്പോൾ PCB മാർക്ക് നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് 300ലേക്ക് 300 ഇൻഡെക്സ് മാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ 290, 250 അങ്ങനെയൊക്കെ ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാവും. പോയിന്റ് വരെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതിൽ ഒരേപോലെ മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ A, B എന്ന് പറയുന്ന 2 കുട്ടികളാണ്, 2 പേർക്ക് 300 300 ഇൻഡെക്സ് മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ അടുത്തൊരു ഘട്ടമായിട്ട് നോക്കുന്നത് ആർക്കാണോ അതിൽ ഇപ്പോ സെയിം മാർക്ക് ഉള്ള കുട്ടികളുടെ ടൈ എങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ നെക്സ്റ്റ് പരിഗണിക്കുന്നത് ഇപ്പോൾ 300ലേക്ക് 300 ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സെയിം മാർക്ക് തന്നെ ആയിരിക്കും ആ കുട്ടികൾക്ക് വന്നിട്ടുണ്ടാവുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബയോളജിയിൽ ആർക്കാണ് കൂടുതൽ മാർക്ക് അവരെ പിടിച്ചിട്ട് പൊസിഷൻ റാങ്ക് 1ൽ കൊണ്ടിടും. ഇനി ബയോളജിയിലും 2 പേരും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അടുത്തത് കെമിസ്ട്രിയിൽ ആർക്കാണോ നല്ല മാർക്ക് ഉള്ളത് അവരെ റാങ്ക് പൊസിഷൻ 1ലേക്ക് മാറും. ഇനി അതിലും ടൈ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സബ്ജക്ട് നോക്കുന്നത് ഫിസിക്സ് ആർക്കാണ് കൂടുതൽ മാർക്ക് അവരെ ഫസ്റ്റിലോട്ട് പരിഗണിക്കും. ഇനി ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 3 സബ്ജക്റ്റിലും ഈ കുട്ടികൾക്ക് ഒരേപോലെ മാർക്കാണെങ്കിൽ അടുത്തത് പരിഗണിക്കുന്നത് ഇവിടെയാണ് നിങ്ങളുടെ +1ന്റെ മാർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അടുത്തത് നോക്കുന്നത് എന്താണ്, +1ഉം +2ന്റെ മാർക്ക് കമ്പയർ ചെയ്യും. ആർക്കാണ് കൂടുതൽ മാർക്ക് ആ ഒരു അവസരത്തിലാണ് ആ കുട്ടീനെ കൂടുതൽ മാർക്കുള്ള കുട്ടീനെ ഫസ്റ്റ് റാങ്കിലേക്ക് പരിഗണിക്കുന്നത്. ഇനി +1ന്റെയും +2ന്റെയും മാർക്കൊക്കെ സെയിം ആണെന്ന് വിചാരിക്കുക. അടുത്ത സബ്ജക്ട് അവർ ഇംഗ്ലീഷിന്റെ നോക്കും. അപ്പൊ ഇതൊക്കെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഇനി ഇതെല്ലാം ടൈ ആണ്, ഒരേപോലത്തെ മാർക്കാണെന്നുണ്ടെങ്കിൽ അടുത്തത് വരുന്നതാണ് ഏജ് ഡിഫറൻസ്. അതായത് കൂടുതൽ ഏജ് ഉള്ള കുട്ടികളിലെ ആരാണോ അവരുടെ, അതാണ് ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കൂടുതൽ ഏജ് ഉള്ള കുട്ടികൾക്ക് പൊസിഷൻ 1ലേക്ക് ഈ റാങ്ക് പൊസിഷനിലേക്ക് എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരേ മാർക്കുള്ള കുട്ടികളുടെ ടൈ എങ്ങനെ റിസോൾവ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. ഇനി മറ്റൊരു സംശയം ചോദിച്ചത്, ഇപ്പൊ കഴിഞ്ഞ വർഷം അതിന്റെ മുകളിലത്തെ വർഷമൊക്കെ LBS അപ്ലൈ ചെയ്തിട്ടും സീറ്റ് കിട്ടാതെ പോയ കുട്ടികളും ഈ വർഷം അപ്ലൈ ചെയ്യും. അതായത് 2026 +2 വിജയിച്ച കുട്ടികൾ മാത്രമല്ല ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക. അല്ലാതെ നമുക്ക് ഇവിടെ 40 വയസ്സ് വരെ നമുക്ക് LBS അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു കാലം വരെ +2 എഴുതിയ എല്ലാ കുട്ടികൾക്കും LBS അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതൊരു സിമ്പിൾ പ്രൊസീജിയർ ആണ് എന്നുള്ള രീതിയിൽ എടുക്കരുത്. ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തേത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇൻഡെക്സ് സ്കോർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ആ ഒരു വീഡിയോയിൽ പറയാത്തൊരു കാര്യം CBSE ICSE കുട്ടികളുടെ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി നിങ്ങളുടെ മാർക്ക് 100ലേക്കാണ്. സോ ആ 100 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഡെക്സ് മാർക്ക് 300ലേക്ക് ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ +2 നമ്മൾ ഹയർ സെക്കൻഡറി ഇപ്പോൾ കേരള സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികൾക്കാണ് 120ലേക്ക് ആ ഒരു മാർക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ 100ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇൻഡെക്സ് സ്കോർ എടുക്കുന്നത്. ബാക്കി CBSE കുട്ടികൾക്കൊക്കെ ഓൾറെഡി 100ലേക്കാണ്. സോ അത് നിങ്ങൾ PCB സബ്ജക്ട് 300ലേക്ക് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ +2 മാർക്ക് അത്ര ഒരു സുഖമുള്ള മാർക്കല്ല എല്ലാവർക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ CBSEന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ റിസൾട്ട് അവർക്ക് വളരെ മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ LBS അല്ലാതെയും പ്രൈവറ്റ് ആയിട്ട് നമുക്ക് മാനേജ്മെന്റ് സീറ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നഴ്സിംഗിനൊക്കെ ആണെങ്കിൽ PNC MAC AMCS FNCK ഇങ്ങനെയുള്ള അലോട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
പിന്നെ പൊതുവെ LBSന്റെ അലോട്ട്മെന്റ് കുറച്ച് ഡിലേ ആണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ചില കുട്ടികൾ ഇപ്പോൾ മാനേജ്മെന്റ് സീറ്റിലൊക്കെ ബുക്ക് ചെയ്തിട്ട് LBS വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ LBSന്റെ ഈ ഒരു ഗവൺമെന്റ് അലോട്ട്മെന്റ് വളരെ ഡിലേ ആണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയാം 2025ന്റെ അലോട്ട്മെന്റ്സ് കംപ്ലീറ്റ് ആവുന്നത് ഈ വർഷം ഫെബ്രുവരിയിലാണ്. അപ്പോൾ അത്രയും ലാഗ് വരുന്ന ഒരു അലോട്ട്മെന്റ് ആണ്. അത് ഇപ്പൊ തന്നെ ഇൻഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡെക്സ് സ്കോർ ടൈ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിസോൾവ് ചെയ്യാന്നുള്ളതാണ്. ഇനി ഇൻഡെക്സ് സ്കോർ ഇതുവരെയായിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ CBSEയിലോ ICSEയിലോ സ്റ്റേറ്റിലൊക്കെ പഠിച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കരിയർ ഹെൽപ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് അതിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യുക. സംശയങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, അത് ക്ലിയർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.